ഏറ്റവും അധികം സ്വർണ്ണ നിക്ഷേപമുള്ള സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വാഭാവികമായിട്ടും നമ്മൾ പറയുക ദുബായ് അല്ലെങ്കിൽ ആഫ്രിക്ക, അതുമല്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്ക എന്നാവാനാണ് സാധ്യത. എന്നാൽ കണക്കുകൾ അങ്ങനെയല്ല കാണിക്കുന്നത്. കേരളത്തെ ഒരു രാജ്യമായി കൺസിഡർ ചെയ്താൽ ലോകത്തിലെ ഏറ്റവും അധികം ഡൊമസ്റ്റിക്കായി സ്വർണ്ണ നിക്ഷേപമുള്ളത് നമ്മുടെ കൊച്ചു കേരളമാണ്. ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണ ശേഖരത്തിൻ്റെ 20%, ഇന്ത്യയുടെ ജനസംഖ്യയുടെ വെറും 3% മാത്രമുള്ള കേരളത്തിലാണെന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. കേരളത്തിൻ്റെ പ്രൈവറ്റ് ഗോൾഡ് റിസർവ് 20 ലക്ഷം കോടി രൂപയുടേതാണ്. എന്നാൽ RBIയുടെ ഗോൾഡ് റിസർവ് 5.7 ലക്ഷം കോടി രൂപയ്ക്ക് മാത്രമാണ്. ഗോൾഡ് സിറ്റി എന്നൊക്കെ നമ്മൾ പരക്കെ അറിയപ്പെടുന്ന UAEയുടെ ഒഫീഷ്യൽ ഗോൾഡ് റിസർവ് 7.47 ബില്യൺ മാത്രമാണ്. അതേ സ്ഥാനത്ത് കേരളത്തിൻ്റെ പ്രൈവറ്റ് സ്വർണ്ണ ശേഖരം 204 ബില്യൺ ഡോളറിന് തുല്യമാണ്. ഒരു വർഷം കേരളത്തിൽ കൺസ്യൂം ചെയ്യുന്ന ഗോൾഡ് 60,000 കിലോഗ്രാമിൽ കൂടുതലാണ്. ഇനിയുമുണ്ട് സ്വർണത്തിൻ്റെ പേരിൽ നമുക്ക് പല റെക്കോർഡുകളും. ജുവലറി ഷോപ്പുകളുടെ ഡെൻസിറ്റിയിൽ ലോകത്തിൽ തന്നെ 1ാം സ്ഥാനത്താണ് കേരളം. നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള 6000 ജുവലറികളാണ് കേരളത്തിൽ നിന്നുള്ളത്. എന്നാൽ സ്വർണം നമ്മൾ വാങ്ങുന്നതിനോടൊപ്പം അത് പണയം വയ്ക്കുന്നതിന് മറ്റൊരു റെക്കോർഡും കൂടി കേരളത്തിലുണ്ട്. അതായത് ഓരോ 3 സ്ക്വയർ കിലോമീറ്ററിലും ഒരു ഗോൾഡ് ലോൺ കമ്പനി വീതമുണ്ട്. കേരളത്തിലെ പ്രമുഖമായ 3 ഗോൾഡ് ലോൺ കമ്പനികളിലായി 320 ടൺ ഗോൾഡ് ശേഖരമുണ്ട്. ഇത് ലോകത്തിലെ 3 രാജ്യങ്ങളുടെ ഓസ്ട്രേലിയ, സിംഗപ്പൂർ ആൻഡ് സ്വീഡൻ എന്നിവയുടെ സെൻട്രൽ ബാങ്കിൻ്റെ ടോട്ടൽ സ്വർണ്ണ നിക്ഷേപത്തിന് തുല്യവുമാണ്. ഗ്രോത്ത് ബക്ക് ടെക്നോളജി റിപ്പോർട്ട് പ്രകാരം 80 ലക്ഷം കോടി രൂപയുടെ ഡൊമസ്റ്റിക് സ്വർണ്ണമാണ് ഇന്ത്യയിലുള്ളത്. ഇത് ഇന്ത്യയുടെ ടോട്ടൽ GDPയുടെ 40%. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണശേഖരത്തിൻ്റെ 3% മാത്രമാണ് RBI നിയന്ത്രണത്തിലുള്ളത്. നമ്മുടെ അമ്പലങ്ങളിൽ മാത്രം 16 ലക്ഷം കോടി രൂപയുടെ സ്വർണ്ണ നിക്ഷേപമുണ്ട്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ഹൗസ് ഹോൾഡ് കളക്റ്റീവായി എടുത്താൽ അതിൻ്റെ ടോട്ടൽ വാല്യൂ 2.4 ട്രില്യൺ ഡോളറാണ്. ഇന്ത്യയുടെ കറന്റ് GDP അപ്രോക്സിമേറ്റ്ലി 4.19 ട്രില്യൺ ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. കേരളത്തിലെ ഈ ഡൊമസ്റ്റിക് ഗോൾഡ് റിസർവിൻ്റെ ഏകദേശം 95% നോൺ പ്രൊഡക്റ്റീവായി ലോക്കറുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ളത് സ്ത്രീകളുമാണ്. അതിൽ വളരെ വലിയൊരു ശതമാനം പ്രവാസികളായ സ്ത്രീകളുമാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക് വളരെ ഉയർന്ന വിദ്യാഭ്യാസവും വലിയ സാക്ഷരതയുമൊക്കെ ഉണ്ടെങ്കിലും ബിസിനസ് ഡൊമൈനിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് വെറും 11% സ്ത്രീകൾക്ക് മാത്രമാണ്. ഈ നോൺ പ്രൊഡക്റ്റീവായ സ്വർണ്ണത്തിൻ്റെ 5% ബിസിനസ്സിന് വേണ്ടി നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് 1 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായിരിക്കും. അത്രയും ക്യാപിറ്റൽ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ചെറുകിട ബിസിനസ് സംരംഭങ്ങൾ SME അല്ലെങ്കിൽ MSME സെഗ്മെൻറ്റിൽ സ്ത്രീകൾക്ക് തന്നെ തുടങ്ങാൻ കഴിയും. അങ്ങനെ ഗോൾഡ് എക്കോണമിയെ നമുക്കൊരു വിമൻ ഓൺട്രപ്രണർഷിപ്പ് എക്കോണമിയാക്കി കൺവേർട്ട് ചെയ്യാം. ഈ ഉൽപാദനക്ഷമത സ്വർണ്ണത്തെ എങ്ങനെ ഒരു വരുമാന ആസ്തിയാക്കി മാറ്റാം എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ആൻഡ് ഷെയർ. ഇത് വളരെ സെൻസിബിളായ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ടു യുവർ ഫെലോ NRKs.